സാധാരണ വയറിളക്കം വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കളും വീട്ടമ്മമാരും ചെയ്യുന്ന രണ്ട് അബദ്ധങ്ങളാണ്. ഒന്ന്, കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക, അതുപോലെ ഗ്ലൂക്കോസ് പൊടി കലക്കി കൊടുക്കുക. ഇത് രണ്ടും വയറിളക്കം വഷളാവാനേ സഹായിക്കുള്ളൂ. അതുപോലെ മറ്റൊരു അപകടം പിടിച്ച സംഗതിയാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പെട്ടെന്നൊരു ഗുളിക വാങ്ങിയിട്ട് തൽക്കാലം വയറിളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക വാങ്ങി കുടിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടുതൽ അപകടം ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഡോക്ടർ അബ്ദുൽ സത്താർ. നമ്മുടെ ശരീരത്തിൽ കുടലിൻ്റെ ഉള്ളിൽ സോഡിയം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ട് ഉണ്ട്. അതൊരു മെഷീൻ. കുടലിൻ്റെ ഉള്ളിൽ സോഡിയം ഗ്ലൂക്കോസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഈ സോഡിയം ശരീരത്തിൻ്റെ ഉള്ളിൽ കയറുന്ന അതിൻ്റെ കൂടാതെ മെഷീനിൽ തന്നെ ഗ്ലൂക്കോസും കയറും. അതിനോടനുബന്ധിച്ച് അതിന് ആനുപാതികമായിട്ട് ജലാംശം ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ കുടലിൻ്റെ ഉള്ളിലെ ജലാംശം കുറയുകയും മലത്തിലൂടെ ഈ ലവണങ്ങളും സോഡിയം, പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളും ഗ്ലൂക്കോസ്, വിറ്റാമിന്, ജലാംശം ഇത് നഷ്ടപ്പെടുന്നതിൻ്റെ അളവ് പരമാവധി കുറക്കാൻ കഴിയും. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെഷീനിന് കിട്ടേണ്ട ഗ്ലൂക്കോസ്, സോഡിയം ഇത് ആനുപാതികമായിട്ടുള്ള അളവിൽ കുടലിൻ്റെ ഉള്ളിൽ വേണം. അപ്പം നമ്മൾ ഗ്ലൂക്കോസും പൊടി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അതിൽ വെറും ഗ്ലൂക്കോസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ കുടലിൻ്റെ ഉള്ളിൽ കൂടുമ്പോൾ ജലാംശം കുടലിൻ്റെ ഉള്ളിൽ കൂടുതൽ തങ്ങി നിൽക്കുകയും മലത്തിലൂടെ കൂടുതൽ ഗ്ലൂക്കോസ്, ജലാംശം, വിറ്റാമിന്, ലവണങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാവും. എന്നാൽ അതുപോലെ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൽ ഉപ്പിട്ട് കൊടുത്താലോ അതിൽ കൂടുതൽ ഉപ്പാണുള്ളത്. അപ്പോൾ ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം, അത് കുടലിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യില്ല, സോഡിയം ശരീരത്തിൽ കയറണമെങ്കിൽ അതിൻ്റെ കൂടെ ഗ്ലൂക്കോസ് വേണം. അപ്പോൾ അത് ആനുപാതികമായിട്ടുള്ള ഗ്ലൂക്കോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോഡിയം കുടലിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയും അതിൻ്റെ കൂടെ ലവണങ്ങളും ജലാംശവും എല്ലാം മലത്തിലൂടെ നഷ്ടപ്പെടുകയും ഈ വയറിളക്കമുള്ള വ്യക്തി കൂടുതൽ ക്ഷീണിതനാവാനും കാരണമാകും. ഈ ഗ്ലൂക്കോസും പൊടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തിനാണ്? വയറിളക്കമുണ്ട്, ക്ഷീണം കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ കൊടുക്കുന്നത്. പക്ഷെ അത് ക്ഷീണം അധികമാക്കുകയാണ് ചെയ്യുക. എന്നാൽ നമ്മൾ ORS പൊടി അതിൽ സോഡിയം, ഗ്ലൂക്കോസ് വേണ്ട അളവിൽ ആനുപാതികമായിട്ട് ചേർത്തിട്ട് റെഡിമെയ്ഡാണ് വരുന്നത്. ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടാൽ മതി. അതാകുമ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം അതിൽ നമ്മൾ ചേർക്കുന്നുണ്ട്, ആൾറെഡി അതിൽ ഗ്ലൂക്കോസ് ഉണ്ട്. അതുപോലെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇടുക. ഒരു ആനുപാതികമായ പ്രത്യേക അളവിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? അതൊരു സോഡിയം ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ എന്താവും? ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറുകയും ആഗിരണം ചെയ്യപ്പെടുകയും അതിന് ആനുപാതികമായിട്ട് ജലാംശം കയറുകയും കുടലിൻ്റെ ഉള്ളിൽ ജലാംശം കുറഞ്ഞ് മലത്തിലൂടെ ഈ ലവണങ്ങളും സോഡിയം, പൊട്ടാസ്യം, മറ്റ് ലവണങ്ങൾ, വിറ്റാമിന്, അതുപോലെ ജലാംശം നഷ്ടപ്പെടുന്നത് കുറയുകയും ഈ വ്യക്തിയുടെ ക്ഷീണം കുറക്കാനും കാരണമാകും. കാരണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പട്ടാളക്കാർ വയറിളക്കം വന്ന് മരിക്കാനിടയായ സമയത്ത് എല്ലാവർക്കും ഗ്ലൂക്കോസ് ഇടാനും എല്ലാവരെയും കടത്തി ചികിത്സിക്കാനും അഡ്മിറ്റാക്കാനും ഒന്നും സൗകര്യം ഉണ്ടാവില്ല. പല സ്ഥലങ്ങളായിരിക്കും, ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായി അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വിജനമായ സ്ഥലത്തൊക്കെ ആയിരിക്കും പട്ടാളക്കാർ തമ്പടിക്കുക. അപ്പോൾ ഈ സമയത്ത് വേണ്ട അളവിൽ ചികിത്സ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ സമയത്ത് ഈ ORS പൊടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ORS വളരെ കുറഞ്ഞ ചെലവിൽ നൽകാൻ കഴിയുന്നതാണ്. അത് ഉണ്ടാക്കുകയും അത് പട്ടാളക്കാർക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് വയറിളക്കം സുഖമാവുകയും കൂടുതൽ പട്ടാളക്കാരുടെ ജീവനെ തിരിച്ചു കൊണ്ടുവരാനും പെട്ടെന്ന് അവർക്ക് ഡ്യൂട്ടി കയറാനും കഴിഞ്ഞു. അതുപോലെ ബംഗ്ലാദേശ് റെഫ്യൂജികൾ, കുടിയേറ്റക്കാർ, ഇവർക്കും ഈ ഒരു സമയത്ത് മുമ്പ് അസുഖമുണ്ടാകുന്ന സമയത്തും ഈ ORS പൊടി ഈ കണ്ടുപിടുത്തം വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. അപ്പോൾ ഈ ORS പൊടി 5 രൂപയുടെ പാക്കറ്റ് ആണെങ്കിലും അതിന് അത്രമാത്രം ചരിത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ചുരുക്കം മനസ്സിലാക്കേണ്ടത്, വെറും ഗ്ലൂക്കോസ് പൊടി കൊടുക്കുക അല്ലെങ്കിൽ കട്ടൻ ചായ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കത്തിൻ്റെ ക്ഷീണം കൂട്ടുകയാണ് ചെയ്യുക, കുറക്കുകയല്ല. കൂടുതൽ ജലാംശം നഷ്ടപ്പെടാൻ കാരണമാകും. കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാൽ ഗുണം കിട്ടുന്ന മറ്റു അവസ്ഥകളുണ്ട് ശരീരത്തിന്. അത് വയറിളക്കമല്ലാതെ മറ്റവസ്ഥകളാണ്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇനി ഇതല്ലാത്ത മറ്റ് വയറിളക്കം വന്നാൽ ചെയ്യുന്ന മറ്റൊരു അപകടം പിടിച്ച സംഗതി ഉണ്ട്. കൂടുതൽ ജീവൻ നഷ്ടമാകുന്ന ഒരു കാര്യമുണ്ട്. അത് ചെറിയൊരു വയറിളക്കത്തിനൊന്നും സംഭവിക്കില്ല. പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വയറിളക്കം വന്ന് കുറയാൻ വേണ്ടിയിട്ട് 2-3 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ഗുളിക കിട്ടും. അത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറിളക്കം സ്റ്റോപ്പാവും. പക്ഷെ ആ വയറിളക്കം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടലിൻ്റെ ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഇളക്കം നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ കുടലിൻ്റെ ഇളക്കം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? കുടലിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ വിഷവും കാര്യങ്ങളൊക്കെ അവിടെ തങ്ങി നിൽക്കുകയും ആ തങ്ങി നിൽക്കുമ്പോൾ അന്ന് വയറിളക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുടിച്ചത് ചിലപ്പോൾ മീറ്റിങ്ങിന് പോകാനായിരിക്കും.
ചിലപ്പോൾ പിറ്റേ ദിവസം സ്പോർട്സിൽ പങ്കെടുക്കാനായിരിക്കും, കലോത്സവത്തിൽ പരിപാടി അവതരിപ്പിക്കാനായിരിക്കും. അപ്പോൾ അന്നും പിറ്റേ ദിവസം വയറിളക്കം ഉണ്ടാവില്ല, പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 3-ാം ദിവസം 4-ാം ദിവസം കുട്ടിക്ക് എന്ത് ചെയ്യും, നല്ല വയറ് വേദനയും ഛർദിയും പനിയും വരും, വയറിളക്കം കുറവായിരിക്കും. കാരണം ഈ കുടലിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ വിഷാംശം കെട്ടിക്കിടക്കുകയാണ്, അത് മലത്തിലൂടെ പോയിട്ടില്ല. അപ്പം എന്ത് ചെയ്യും, ശരീരത്തിൽ പനി ഇതും വരും, ഛർദി വരും, മാത്രമല്ല ഈ അണുക്കൾ ബ്ലഡിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തായിരിക്കും, വയറിളക്കമായിട്ട് അഡ്മിറ്റ് ആവും. പക്ഷേ എന്ത് ചെയ്യില്ല, ഡോക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധി ഉണ്ട്. ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുറക്കാൻ പറ്റുന്നതിനപ്പുറം എന്ത് ചെയ്തിട്ടുണ്ടാവും, ശരീരത്തിൽ ഇത് പെട്ടെന്ന് കയറിയിട്ടുണ്ടാവും. കാരണം കുടൽ എന്താണ്, ഇളക്കം കുറഞ്ഞ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്തായിരിക്കും, അസുഖം കൂടി ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമാകാൻ വരെ കാരണമാകും. അതിന് ഉദാഹരണമാണ് എന്ത്, മുമ്പ് സ്പോർട്സിന് പോയിട്ട് ബോംബെയിലേക്ക്, ബാംഗ്ലൂർക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് സ്പോർട്സിന് പോയ ഒരു കുട്ടി വയറിളക്കം വന്ന് ആ സ്പോർട്സൊക്കെ പങ്കെടുത്ത് 5 ദിവസം കുട്ടി ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നമ്മൾ പത്രത്തിൽ വായിച്ചാണ്. 2-3 വർഷം മുമ്പാണ്. ചിലർക്ക് ഓർമ്മ കാണില്ല, പലർക്കും ഓർമ്മ ഉണ്ടാവും. അതുപോലെ കോഴിക്കോട് ഹോട്ടൽ അടിച്ചു പൊളിക്കുന്ന രൂപത്തിൽ അവിടെ ഒരു പ്രോഗ്രാമിന് പോയ വിദ്യാർത്ഥി, അവിടെയുള്ള വിദ്യാർത്ഥിയല്ല, വേറെ നാട്ടിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവരെന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ആ വന്ന ദിവസങ്ങളിൽ ആ ദിവസം നഷ്ടപ്പെടാതെ അവരെന്ത് ഉദ്ദേശത്തിലാണ് വന്നത് അത് പൂർത്തീകരിച്ചിട്ട് പോകാമെന്നുള്ള രൂപത്തിൽ വയറിളക്കം പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗുളിക കഴിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ശരിയാണോന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപകടം സംഭവിക്കും. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ എന്ത് ചെയ്യരുത്, ആരും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഡോസുള്ള ഗുളിക വാങ്ങിയിട്ട് കുടിച്ചിട്ട് അത് നിർത്താൻ ശ്രമിക്കരുത്. പിന്നെ ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ, ചൂട് കാലാവസ്ഥയിൽ വയറിളക്കവും ഇതൊക്കെ ആയിട്ട് കൂടുതൽ രോഗികൾ വയറ് സംബന്ധമായ അസുഖമായിട്ട് വരുന്നുണ്ട്. അത് ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ്. ഇപ്പം രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം ചൂടായത് കാരണം പെട്ടെന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേടുവരികയും പിന്നെ അത് വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അത് ഈ കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ടാണ്. ചൂട് കാലാവസ്ഥയാകുമ്പോൾ പെട്ടെന്ന് ഭക്ഷണം കേടുവരികയും വയറിളക്കം ഉണ്ടാകുന്ന റൊട്ട വൈറസ് പോലത്തെ വൈറസുകൾ പെരുകുകയും ചെയ്യുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികൾ ഇപ്പോൾ വയറിളക്കം, ഛർദി, വയറുവേദന ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടമ്മമാർക്ക്, കുടുംബക്കാർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ.